രാജ്യതലസ്ഥാനത്ത് തിക്കിലും തിരക്കിലും പെട്ട് 15 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 3 കുട്ടികളും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ശരത്ത്, സമീപകാലത്ത് രാജ്യതലസ്ഥാനത്തുണ്ടായ വലിയൊരു അപകടമായി ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ സംഭവം മാറുന്നു. എത്ര പേർ ഇതിൽ ചികിത്സയിലുണ്ട്? സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്? അരണ്യ മരണസംഖ്യ 18 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 14 പേർ സ്ത്രീകളാണ് എന്നതാണ് ദുഃഖകരം. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കിലും പെട്ടിട്ട് ദുരന്തമുണ്ടാകുന്നത്. കുംഭമേളയിലേക്ക് പ്രയാഗ്രാജിലേക്ക് പോകേണ്ടി വരുന്ന പ്രത്യേക 2 ട്രെയിനിലേക്കുള്ള തിരക്കാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഏതായാലും പ്ലാറ്റ്ഫോമുകൾ മാറി അനൗൺസ് ചെയ്തതാണ് ഇത്തരം ദുരന്തത്തിന് കാരണമാക്കിയെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 30ഓളം പേർ ചികിത്സയിലാണ്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മരണസംഖ്യ 18-ൽ നിന്ന് കൂടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടില്ല. ആരൊക്കെ മരിച്ചവരുടെ പേരുകളോ വിവരങ്ങളോ ഇതുവരെ റെയിൽവേ പുറത്തുവിട്ടില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ റെയിൽവേ എന്തുകൊണ്ടാണ് മരിച്ചവരുടെ പേരുകളും പരിക്കേറ്റുള്ള പേരുകളും പുറത്തുവിടാത്തതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ CPM പോളിറ്റ് ബ്യൂറോയും ഇക്കാര്യത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കാരണം പബ്ലിസിറ്റി കൊടുക്കുകയല്ലാതെ ഭക്തർക്ക് വേണ്ട യാതൊരു സൗകര്യങ്ങളും കേന്ദ്രം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തമെന്നും പോളിറ്റ് ബ്യൂറോ പറയുന്നു. ഏതായാലും ഇത്തരം ദുരന്തമുണ്ടായപ്പോൾ ഉടൻ തന്നെ അവിടെ ഡൽഹി മുഖ്യമന്ത്രി കേട്ടേക്കർ മുഖ്യമന്ത്രി അതിഷി എത്തുകയും അതേപോലെ തന്നെ ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ എത്തുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി സർക്കാരിന്റെ കീഴിലുള്ള 2 ആശുപത്രികളിലാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സിക്കുന്നത്. LNGP ആശുപത്രിയിൽ, അതുപോലെ ലേഡി ഹാർഡിൻ ആശുപത്രിയിലും. 15 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ LNGP ആശുപത്രിയിലുള്ളത്. 3 പേരുടെ മൃതദേഹങ്ങൾ ലേഡി ഹാർഡിൻ ഹോസ്പിറ്റലിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും റെയിൽവേ ഇത് സംബന്ധിച്ചിട്ട് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം തന്നെ റെയിൽവേ മന്ത്രിക്ക് ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നോർത്തേൺ റെയിൽവേയുടെ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. റെയിൽവേയിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായത്, എന്താണ് പ്ലാറ്റ്ഫോം മാറാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ട്രെയിൻ വൈകിയത്, എന്തുകൊണ്ട് RPFും സുരക്ഷാ സേനകൾക്കും ഇത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നീ ചോദ്യങ്ങൾ ഉയരുന്നിടയ്ക്കാണ് അടിയന്തരമായിട്ട് ഇത്തരമൊരു അന്വേഷണത്തിന് റെയിൽവേ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘം ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്കിന്ന് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ തന്നെ UP മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ദുരന്തത്തിൽ അപലപിച്ചിട്ടുണ്ട്, ദുരന്തത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി അമേരിക്കയിൽ വന്നിറങ്ങിയ ശേഷമുള്ള ആദ്യത്തെയുള്ള അദ്ദേഹം റെയിൽവേ മന്ത്രിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. എന്താണ് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് ഉടൻ തന്നെ ഉന്നതതല അന്വേഷണത്തിന് റെയിൽവേ മന്ത്രാലയം ഉത്തരവിട്ടത്. ഏതായാലും വൈകുന്നേരത്തോടെ റെയിൽവേ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അരുണ്യ, ശരത്ത്, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വലിയ ജനത്തിരക്കുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ട്രെയിൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സജ്ജീകരണങ്ങൾ കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ടതാണ്. അതിൽ ഒരു വീഴ്ച റെയിൽവേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പൂർണ്ണമായും ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേയിലേക്ക് വിരൽ ചൂണ്ടുകയല്ലേ? അരണ്യ, അതുതന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. കാരണം ഇത്രയും പ്രത്യേക ട്രെയിനുകൾ വരുന്നു, നിലവിൽ ട്രെയിനുകളുണ്ട്. അത്രയും ട്രെയിനുകൾ പുറപ്പെടുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന സ്റ്റേഷനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പലപ്പോഴും ഫെസ്റ്റിവൽ സീസൺ, അതായത് ഹോളി അല്ലെങ്കിൽ അതുപോലെ തന്നെ ദീപാവലി എന്നീ സമയങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റേഷനാണ്. അതുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാനും നിയന്ത്രിച്ചുള്ള പരിചയമുള്ള ഒരു റെയിൽവേ വിഭാഗമാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ. ഇത് പൂർണ്ണമായി ഉദാസീനത കൊണ്ടുണ്ടായതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതാണ്ട് റെയിൽവേയെ സംബന്ധിച്ചോളം ഇത് വളരെ ഗുരുതരമായ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 8 മണി സമയത്ത് പുറപ്പെടുന്ന ട്രെയിൻ 1.5 മണിക്കൂർ വൈകുന്നു. 1.5 മണിക്കൂർ വൈകുന്നത് മാത്രമല്ല, നേരത്തെ അനൗൺസ് ചെയ്ത 12-ാമത്തെ പ്ലാറ്റ്ഫോം എന്നത് 14-ലും 15-ലേക്കും മാറി അനൗൺസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി റെയിൽവേ ഓവർ ബ്രിഡ്ജിനെ ആശ്രയിക്കുന്ന
യാത്രക്കാർ അമിതമായി ഓവർ ബ്രിഡ്ജിലെത്തുകയും അവിടെ നിന്ന് തിക്കും തിരക്കും പെടുകയാണ് ചെയ്തത്. ഇതിൽ ദുരന്തത്തിനിരയായവരൊക്കെ സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും എന്നതും ദുഃഖകരമാണ്. ഇതുകൊണ്ട് തന്നെ റെയിൽവേക്ക് ഇത്തരമൊരു തിരക്ക് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു സംവിധാനം അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംവിധാനം ഒരുക്കുന്നതിൽ റെയിൽവേ പൂർണ്ണ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും റെയിൽവേയെ സംബന്ധിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചോളം തിരക്കുകൾ ഏറെയുള്ള സ്റ്റേഷനാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ ഇത്രയും ഒരു തിരക്ക് കൂടി ഇത്രയും പുതിയ ട്രെയിനുകളും അല്ലെങ്കിൽ പ്രയാഗ്രാജിലേക്ക് ഒരു പ്രത്യേക 2 ട്രെയിനുകളും കുംഭമേളയിലേക്ക് ഇത്രയും ആൾ ഇരച്ചെത്തുമോ അത് മുൻകൂട്ടി കാണാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല എന്നതാണ് ദുഃഖകരം. അരണ്യ, അതേ, രാജ്യതലസ്ഥാനത്ത് തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ 18 പേർ മരിച്ചെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ദാരുണമായ സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.